കേരളത്തിന്റെ ടൈറ്റാനിക് കാണാതായിട്ട് 45 വർഷങ്ങൾ. കേരളത്തിന്റെ ആദ്യ ചരിത്ര കപ്പൽ MV കൈരളി. MV കൈരളി അറബിക്കടലിന്റെ ആഴങ്ങളിൽ കാണാതായിട്ട് 45 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 1979 ജൂൺ 30 ഗോവൻ തുറമുഖത്തിൽ നിന്നും 20,538 ടൺ ഇരുമ്പ് അയിരുമായി ജർമ്മനിയിലേക്ക് യാത്ര പുറപ്പെടുകയാണ് കേരളത്തിന്റെ അഭിമാനമായ MV കൈരളി. 70കളുടെ അവസാനത്തിൽ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും അവരുടെ സ്വന്തം കപ്പൽ നിരന്നു കിടന്നപ്പോൾ കേരളത്തിന് എടുത്തു കാണിക്കാൻ ആകെ ഉണ്ടായിരുന്നത് MV കൈരളി മാത്രമായിരുന്നു. 1979 ജൂൺ 30 അന്നൊരു നേർത്ത മഴയുള്ള ദിവസമായിരുന്നു. ഗോവൻ തുറമുഖത്ത് ഒരു തർക്കം തുടങ്ങുകയാണ് ക്യാപ്റ്റനും ലൈസൺ ഓഫീസറും തമ്മിൽ. റഡാർ കേടായതുകൊണ്ട് അന്ന് കപ്പലെടുക്കാനാവില്ല എന്ന് ക്യാപ്റ്റൻ അറിയിച്ചെങ്കിലും ഒടുവിൽ നിർബന്ധത്തിന് വഴങ്ങി അന്നു തന്നെ അവർ കപ്പലെടുത്തു. 4 ദിവസങ്ങൾക്കു ശേഷം ക്യാപ്റ്റനും ചീഫ് എഞ്ചിനീയറും അയാളുടെ കുഞ്ഞും ഭാര്യമടക്കം 51 പേർ അടങ്ങിയ കപ്പലിനെ കുറിച്ച് പിന്നെ ആരും ഒന്നും കേട്ടിട്ടില്ല. അനുവദനീയമായതിലും ഭാരം കയറ്റിയ കൈരളി അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ മുങ്ങിപ്പോയെന്നും അല്ല, അന്ന് പ്രബലമായ കടൽ കൊള്ളക്കാർ കപ്പൽ തട്ടിയെടുത്ത് രൂപമാറ്റം വരുത്തിയതാണെന്നുമുള്ള വാദങ്ങൾ പലയിടങ്ങളിൽ നിന്നുമായി വന്നു. ഒടുവിൽ ഗോവയിൽ നിന്നും 500 മൈല് അകലെ അറബിക്കടലിന്റെ ആഴങ്ങളിൽ എവിടെയോ കൈരളി ആണ്ടുപോയെന്ന് നേവിക്ക് റിപ്പോർട്ട് ലഭിച്ചു. എങ്കിലും കടക്കെണിയിലായിരുന്ന ഷിപ്പിംഗ് കോർപ്പറേഷന് ഭീമകരമായ ഇൻഷുറൻസ് തുകയിലൂടെ കൈപിടിച്ച് കയറ്റിയതുകൊണ്ട് കൈരളിയെ ദുരൂഹതയുടെ കാണാക്കരങ്ങളിൽ